നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. ലിയോൺ നാട്ടിൽ തന്നെ നിന്നതുകൊണ്ട് നിന്റെയും ആന്റിയുടെയും വരവ് കുറഞ്ഞു. നിന്നൊന്ന് കാണാൻ എൻ്റെ ഉള്ളെത്ര കൊതിച്ചെന്ന് അറിയോ നിനക്ക്? അതാ പാടത്തൊക്കെ കഴിഞ്ഞ ഉടനെ നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വന്നത്. നിന്നൊന്ന് കണ്ടപ്പോ എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിയാതെ പോയി. അത്രക്ക് മാറിപ്പോയിരുന്നു നീ. വലിയ വലിയ പെണ്ണായി സുന്ദരിയായി ഞാനെന്നും സ്വപ്നം കാണുമായിരുന്നു വളരുമ്പോൾ നീ എങ്ങനെയായിരിക്കും. അതെല്ലാം ഉപരിയായി എന്നെ മാലാകിയെ പോലെ തോന്നി എനിക്ക് നീ. നീയുടെ മുഖത്തിന് നേരെ കൈകൾ പെടുത്തിപ്പിടിച്ച് നിറച്ചിരിയോടെ അവൻ പറഞ്ഞതും നീ അവനെ അറപ്പോടെ നോക്കി. അവൾക്ക് വിശ്വസിക്കാനായില്ല എബിക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നു എന്ന്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഓരോ തവണ ബിസിനസ്സുകാരെന്നും പറഞ്ഞ് ജോൺ പപ്പക്കൊപ്പം അമേരിക്കയിലേക്ക് വരുന്നതിന് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. നീ മാത്രം. നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ദിവസങ്ങൾ അതായിരുന്നു പെണ്ണെ എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല നിമിഷങ്ങൾ. ഓരോ നിമിഷവും എൻ്റെ ഉള്ളിൽ നീ ആഴ്ന്നിറങ്ങുകയായിരുന്നു പെണ്ണെ. ഇരുന്നിടത്തും എഴുന്നേറ്റ് അവൾക്ക് മുന്നിലേക്ക് മുട്ടുകുത്തിയിരുന്ന് എബി പറഞ്ഞു. അവൻ്റെ ഏറ്റുപറച്ചിലുകളെല്ലാം കേട്ട് സങ്കടവും ദേഷ്യവും കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നീ എപ്പോൾ. ഇങ്ങനെയൊന്നും പറയില്ല ചാച്ച, എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല നിങ്ങളെ. എൻ്റെ ചാച്ചനെ പോലെ തന്നെയാ ആ സ്ഥാന ഞാൻ നിങ്ങൾക്ക് തന്നത്. എൻ്റെ എബി ചാച്ചനല്ലേ ഇത്? എൻ്റെ സഹോദരനായിട്ടാ, എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് ഞാൻ നിങ്ങളെ കണ്ടത്. അല്ല, ഞാൻ നിന്റെ സഹോദരനല്ല. ഞാൻ എങ്ങനെയാ നിന്റെ സഹോദരനാവുന്നത്? ഞാൻ തരംഗം കുടുംബത്തിലെ ചോരയല്ല. നീയും അല്ലല്ലോ. നീ ജോണിന്റെ മകളിലെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞതാ. അയാളുടെ നാവിൽ നിന്ന് തന്നെ അതറിഞ്ഞ നിമിഷം ഞാൻ ഉറപ്പിച്ചതാ നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടിയിരിക്കും. പക്ഷേ എല്ലാം തോലച്ചില്ല നീ. ആരോടും പറയാതെ മുംബൈയിലേക്ക് വന്നോ ആ ആൽഫിയെ പ്രേമിച്ചു നീ. എന്തിനടി? അവൾക്ക് നേരെ അലറിക്കൊണ്ട് എബി അടുത്തതും ഭയന്ന് പോയവൾ കുഞ്ഞിയെ മുറുകെ പിടിച്ച് പിന്നിലേക്കായി. നീ ഇങ്ങനെ പേടിക്കല നീയാ. നിന്നെ ഞാൻ ഉപദ്രവിക്കോ? ഇല്ല, ഞാനല്ല, അവൻ. ആ ആൽഫിയല്ലേ നിന്നെ ഉപദ്രവിച്ചത്, നിന്നെ ചാദിച്ചത്. അവനെ വിട്ടുകളാ. നിന്നെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കില്ല പെണ്ണേ. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം സംസാരിക്കരുത്. എന്നെ സ്നേഹിച്ചു പോലും. ആറപ്പ് തോന്നുന്നു എനിക്ക്. നിങ്ങളെ സ്വന്തം ചേട്ടനെ പോലെ കണ്ട് സ്നേഹിച്ച് എന്നോട് തന്നെ എനിക്കിപ്പോ ദേഷ്യം തോന്നുവാ. എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുന്നു നിങ്ങൾക്ക്? നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്റെ കുഞ്ഞിനെ വെച്ച് എന്നെ പേടിപ്പിച്ച ഞാൻ നിങ്ങൾക്കൊപ്പം വരുമെന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ ഇവാനിയെ ഒരു മനുഷ്യനെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരാളെ നെഞ്ചിൽ കൊണ്ട് നടന്നിട്ടുള്ളൂ. എന്റെ ഇച്ചായനെ, എന്റെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരേ ഒരു അവകാശി ആ മനുഷ്യൻ മാത്രം. മനസ്സിലായ നിങ്ങൾക്ക്? ഉറച്ചു പിടിച്ചെടുത്ത വീരത്തിൽ ചുവന്ന കണ്ണുകളോട് എബിക്കുന്നേര അലറിയ ആൽഫി, എല്ലാവർക്കും അവൻ മതി. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിനക്ക് അവനെ മതി. ജൂലിയാനിക്കും അവനെയാ ഇഷ്ടം. അവര് മാത്രമേ നിന്നെ കൊടുക്കൂന്ന് ആന്റി എന്നോട് പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ആ കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. അവൻ പറഞ്ഞു നിർത്തിയത് നീ ഞെട്ടിലോട് അവനെ നോക്കി. എന്താ താനിപ്പോ പറഞ്ഞേ? എന്റെ മമ്മിയെ താൻ എന്താ ചെയ്തെന്നാ? എബിയുടെ വായിൽ നിന്ന് വീണത് കേട്ട് നീ ഞെട്ടിലോട് ചോദിച്ചു. ഞാനിതിപ്പോ എന്തിനാ പറഞ്ഞേ? അവൻ തലക്ക് കരുത്ത് പിടിച്ചു. പറയടോ, എന്താ താ പറഞ്ഞെന്ന്? ആദ്യത്തെ പകപ്പ് മാറിയതും കുഞ്ഞിപ്പെണ്ണെ ബെഡിലിരുത്തി ചാടി എഴുന്നേറ്റ് നീയ ഇരു കൈകൾ കൊണ്ടും എബിയുടെ കുത്തിന് പിടിച്ച് അത് ചോദിക്കുമ്പോൾ അവളുടെ ചുവന്ന കണ്ണുകളിൽ തീ പാറി. പറ്റിപ്പോയി പെണ്ണെ, പറ്റിപ്പോയി. ഞാൻ ജൂലിയാനോട് ചോദിച്ചതാ നിന്നെ എനിക്ക് തന്നൂടേന്ന്. അന്ന് ആന്റി പറയാ നിനക്ക് വേറെ അവകാശം ഉണ്ടെന്ന്. മറ്റൊരുവന്റെ പെണ്ണാ നീയെന്ന്. അത് കേട്ടത് സഹിച്ചില്ല എനിക്ക്. കുഞ്ഞുനാൾ തൊട്ട് ഞാൻ നെഞ്ചിൽ കയറ്റി വെച്ചതാ നിന്നെ. നിനക്ക് മറ്റൊരു അവകാശം സമ്മതിച്ചു കൊടുക്കൂ. ഞാൻ ഭ്രാന്ത് പിടിച്ചു. നിന്നെ വിട്ടുകൊടുക്കാൻ വയ്യായിരുന്നു. ആന് നിന്നെ കാണാനും നിന്റെയും ആൽഫിയുടെയും കല്യാണം നടത്താനുമായി നാട്ടിലേക്ക് കൂടി പോകുകയാണെന്ന് കൂടി പറഞ്ഞതും എനിക്ക് സമനില തെറ്റി നീയാ. ആന്റി എന്ന് പോകരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ കടന്നു പോകാൻ തുടങ്ങി ആന്റിയെ പിറകിന് ബലമായി പിടിച്ചു ഞാൻ. ആന്റി ഒച്ച വെച്ചു. അപ്പൊ അവരുടെ ശബ്ദം വെളി കേൾക്കാതിരിക്കാൻ വേണ്ടി അവിടെ കാണുന്ന കാറ്റൻ കൊണ്ട് ആന്റിയുടെ വായും കഴുത്തും മൂടി ഇറുകെ പിടിച്ചു ഞാൻ. അപ്പോഴും ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഒച്ച വെക്കില്ലെങ്കിൽ ഞാൻ ആന്റിയെ വിടാന്ന്. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ആന്റിയുടെ മോളുടെ അരികേക്ക് പോകാന്ന്, അവളിലേക്ക് തന്നേക്കാനെന്നും ഒക്കെ പറഞ്ഞു നോക്കി. എന്നാൽ അതൊന്നും ജൂലി ആന്റി കേട്ടില്ല. നീയാ എന്റെ കൈ കിടന്ന് കുതിറി എന്നെ മാന്തി അവളുടെ കുതിരിച്ച് നിർത്താനാ ഞാൻ കഴുതിലെ പിടി അമർത്തിയത്. പക്ഷേ പിന്നെ ആന്റി അനങ്ങിയില്ല. നീയാ ഞാൻ വിളിച്ചു നോക്കി, എന്നോടും മിണ്ടിയില്ല.
അപ്പോഴെനിക്ക് മനസ്സിലായി ഓൻ്റെ അങ്ങ് സ്വർഗത്തിൽ പോയെന്ന്. കണ്ണുകൾ പിഴിച്ച് വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞു കഴിഞ്ഞത് നീയുടെ ഉച്ച മുതൽ ഉള്ളംകാലി വരെ മരവിച്ചു പോയി. നിറഞ്ഞൊഴുകിയ കണ്ണുകളൊന്ന് ചലിക്കാൻ പോലും ആവാതെ നിശ്ചലമായി പോയി. അത്രയ്ക്ക് നോവോടെ അവളുടെ നെഞ്ച് പൊട്ടിപ്പൊള്ളുന്നു. നീയാ ഞാൻ വേണ്ടെന്ന് വെച്ച് ചെയ്തല്ലടി, പറ്റിപ്പോയി. നീ നീ ക്ഷമിക്കില്ല എന്നോട്. മുന്നിൽ നിൽക്കുന്നവരുടെ ഇരു തോളിലും പിടിച്ച് എബി പറഞ്ഞതും അടുത്ത നിമിഷം അവന്റെ കൈകൾ ദേഹത്തിൽ നിന്ന് തട്ടിമാറ്റി അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. നീയ എന്റെ ദേഹത്ത് തൊണ്ടണം നായേ. ചുവന്ന കണ്ണുകളുടെ വിറക്കുന്ന മുഖത്തോട് അവനോട് ആക്രോശിക്കുന്നതോടൊപ്പം അവന്റെ മറുകവളിൽ കൂടി അവളുടെ കൈകൾ പതിഞ്ഞിരുന്നു. കൊന്നു കളഞ്ഞിട്ട് കുരക്കുന്നോട് അദുഷ്ട. ആ കൈ കൊണ്ട് എത്ര തവണ നിനക്ക് ചോറ് കൂട്ടി തന്നതാ, എത്ര പ്രാവശ്യം നിന്റെ നെറുകയിൽ തൊട്ടതാ എന്റെ അമ്മ. എന്നിട്ട് എങ്ങനെയാണ് നാളെ കഴുത്ത് വെച്ച് കൊല്ലാൻ തോന്നിയത് എന്റെ അമ്മയെ? നിന്നെ കൊല്ലടാ ഞാൻ, നിന്നെ ഞാൻ കൊല്ലും. ഏരി കൈകൾ കൊണ്ടും അവനെ കുത്തിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് നീ അലറി. ദേഷ്യവും സങ്കടവും കൊണ്ടും വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു അവളിപ്പോൾ. നിനക്ക് വേണ്ടിയല്ലടി, നീ അതെന്താ ഒന്നും കാണാത്തത്? ഞാൻ ഈ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടിയല്ലടി മോളെ. നീ ഒന്ന് ചിന്തിച്ചു നോക്കി. അവൻ ആ ആൽഫി ഇനി എന്തിനാ മോളെ നിനക്ക്? നിനക്കും കുഞ്ഞിനും ഞാനുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ നോക്കിക്കൊള്ളാടി, എന്റെ സ്വന്തം കുഞ്ഞായിട്ട്. എങ്ങോട്ടെങ്കിലും പോയി നമുക്ക് അവളെ വളർത്താം. എണ്ണി പറഞ്ഞുകൊണ്ട് വീണ്ടും നീയെ പിടിക്കാനായി എബി ചെന്നതും എന്തോ എബിയുടെ തലയിലേക്ക് പോയി. അവന് നെറ്റിപ്പൊട്ടി ചോര പൊടിഞ്ഞു. കൈകൊണ്ട് നെറ്റിപ്പൊത്തി അവൻ നിലത്തേക്ക് നോക്കിയതും കണ്ടു നിലത്ത് കിടക്കുന്ന ഒരു ടോയ്ക്കാർ. എന്റെ അമ്മയെ പിച്ചുഞ്ഞോരാ പറച്ചു കേട്ട് എബി നീയെ നോക്കിയതും കണ്ടു കുഞ്ഞു മുഖമെല്ലാം ചുവപ്പിച്ച് ദേഷ്യത്തോടെ അവനെ നോക്കുന്ന കുഞ്ഞിപ്പെണ്ണ് എബിക്ക് നേരെ ടോയ് എറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിൽപ്പാണ്. ഇത് പപ്പ വയറ്റ് ഞാൻ പാഞ്ഞു കൊടുക്കും, നീ എന്റെ അമ്മയെ കഴിപ്പിച്ചെന്ന് കുഞ്ഞ് കൈമിച്ചിട്ട് കലിപ്പിൽ വീണ്ടും പറഞ്ഞു. കുഞ്ഞ് കൊള്ളാലോ മോള്, ആൽഫിയുടെ ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ നീയാ. നെറ്റിയിൽ പൊടിഞ്ഞ ചോര വിരൽ കൊണ്ട് തൂത്ത് എബി പറഞ്ഞു. പുലിക്ക് പിറന്നത് പൂച്ചയാവില്ലല്ലോ എബി, അവൾ അവളുടെ അപ്പന്റെ മോളാ. നിനക്കില്ലാതെ പോയത് മതം, നട്ടല്ലൊരു അപ്പൻ. കുഞ്ഞിപ്പെണ്ണെ ചേർത്ത് പിടിച്ച് ജ്വലിക്കുന്ന മുഖവുമായി നീയെ പറഞ്ഞതും എബി ദേഷ്യത്തോടെ അവൾക്ക് മുന്നിലേക്ക് ചെല്ലാൻ തുടങ്ങി. എബി പെട്ടെന്ന് ആ മുറി തുറന്ന് ജോൺ കയറി വന്നു. അകത്ത് കുഞ്ഞിനൊപ്പം നിൽക്കുന്ന നീയെ കണ്ട് അയാൾ ഞെട്ടി. ജോണിനെ കണ്ട് നീയുടെ ദേഷ്യം ഇരടിച്ചു. ഇവളെന്താ ഇവിടെ? ഇവളെ എന്തിനാ നീ ഇവിടേക്ക് കൊണ്ടുവന്നത്? അത് നിങ്ങൾ അറിയണ്ട. നിങ്ങൾ എന്തിനാ ഇപ്പം കൊണ്ട് വന്നേ? നിങ്ങളോട് ഞാൻ മാലിയിലേക്ക് പോകാൻ പറഞ്ഞതല്ലേ? ഡാ, കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ അതിനെങ്ങ് കൊല്ലാൻ. ഇതിപ്പോ നീ ഇവളെ കൂടെ പൊക്കിയില്ലേ? ആൽഫിയുടെ ആളുകൾ മുഴുവൻ സിറ്റി മൊത്തം തപ്പുവാ. കൂടെ പോലീസും ഹാർബർ വഴി കടക്കാൻ നോക്കി ഞാൻ. പക്ഷേ അവിടെയൊക്കെ വളഞ്ഞിരിക്കുവാ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ജോൺ പറഞ്ഞു നിർത്തിയിട്ട് നീയെ നോക്കി. ഓക്കത്തിന് കാരണം ഇവളെ വേച്ചേക്കില്ല ഞാൻ പറഞ്ഞുകൊണ്ട് അയാൾ നീക്ക് നേരെ ചെല്ലാൻ തുനിഞ്ഞതും തോടരുത് അവളെ എന്റെ പെണ്ണാ. എബി അയാൾക്ക് മുന്നിൽ വന്നാലറി. ജോൺ പകച്ചു പോയി. എന്ത് മണ്ടത്തരാണ് നീ പറയുന്നത്? അപ്പൊ ഇവൾക്ക് വേണ്ടിയാണോ നീ ഇതെല്ലാം കാട്ടിക്കൂട്ടിയേ? അതെ, ഇവൾക്ക് വേണ്ടി തന്നെയാ. ഇവൾ എനിക്ക് വേണം. നമ്മൾ മാലിക്ക് പോകുമ്പോ എന്റെ കൂടെ ഇവളും മോളും ഉണ്ടാവും. ഭ്രാന്ത് പറയാതെ എബി, ഭ്രാന്ത് പറയാതെടാ എബി. ഇവളെ കൊണ്ടുപോയാ ആൽഫി നമുക്ക് പിറകെ വരും. ഇപ്പൊ തന്നെ ഇവളെ തപ്പി അവൻ വരില്ലെന്ന് ആര് കണ്ടു? വരില്ല. ഇവളും കുഞ്ഞും എവിടെയുണ്ടെന്ന് ആൽഫി അറിയും മുന്നേ ഇവരുമായി പറക്കും ഞാൻ എന്റെ സ്വർഗത്തിലേക്ക്. വല്ലാത്തൊരു ശരിയോടെ നീയെയും കുഞ്ഞിനെ നോക്കി എബി പറഞ്ഞു. അത് നിന്റെ സ്വപ്നം മാത്ര എബി. ഇനി ഒരാടി കൂടി ഞങ്ങൾക്ക് നേരെ വെച്ചാ നിന്റെ നരകത്തിലേക്ക് ഇപ്പൊ പറഞ്ഞുവിടും എന്റെ ഇച്ഛായൻ. അവനെ നോക്കി പുച്ഛത്തോടെ നീയെ പറഞ്ഞതും എബിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവളുടെ ഉറച്ച വാക്കുകൾ കേൾക്കെ അവനെന്തോ പന്തികേട് തോന്നി. എടാ എബി, നോക്കി നിൽക്കാതെ വല്ല മരുന്ന് കൂട്ട് അവളെ മായക്കടാ. ജോണിനൊരു പേടി തോന്നി. അയാൾ പറഞ്ഞതും നീ എബിയെ നോക്കി. പിന്നിലൊരാളില്ലാതെ ഞാൻ നിന്റെ മുന്നിലേക്ക് വരുന്നു വ്യാമോഹിച്ചോ എബി നീ? കത്തുന്ന കണ്ണുകളോടെ നീയെ പറഞ്ഞതും എബിയിൽ ഒരു ഞെട്ടിലുള്ള വായു. അടുത്ത നിമിഷം പുറത്തേന്ന് വെടിവെച്ചുകളും ആരുടേക്കോ അലർച്ചയും ഉയർന്നു. അത് കേട്ട് ഞെട്ടിയെ ജോണും എബിയും തിരിഞ്ഞു നോക്കിയതും അവളുടെ മുന്നിലേക്ക് ആഞ്ഞു കിടക്കുന്ന മുറിയുടെ വാതിൽ ഊക്കോടെ തള്ളി തുറന്നു. നീയുടെ ചുണ്ടിലൊരു ചിരി നിറഞ്ഞു. ഒരു പുകമറയോടെ ആ മുറിക്കകത്തേക്ക് അവൻ വന്നു. ബ്ലാക്ക് ഹുഡിയും ബ്ലാക്ക് മാസ്കും വെച്ച് എബിയുടെ ഗാർഡ്സുമാരുടെ വേഷത്തിൽ ഒരുവൻ. ജോണും എബിയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കിയതും വന്നാൾ അവന്റെ തലയിൽ നിന്നും ആ ഹുഡി മാറ്റി. അപ്പോൾ അവർ കണ്ടത് അവന്റെ നീലക്കണ്ണുകളാണ്. ആഴക്കടലിനേക്കാളും നിറഞ്ഞു നിൽക്കുന്ന ആ കരിനീല കണ്ണുകൾ കണ്ടതും അവർക്ക് മനസ്സിലായി മുന്നിൽ നിൽക്കുന്നവന്. ആൽഫി
അവന്റെ കണ്ണുകൾ കണ്ടതും മാള മനസ്സിലായ എബിയുടെ ചുണ്ടുകൾ ഞെട്ടലോടെ വിളിച്ചു, പാപ്പാ. നിയയുടെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണ് ഉച്ചത്തിൽ സന്തോഷത്തോടെ വിളിച്ചു. മുഖത്തെ മാസ്ക് മാറ്റി ആൽവി കുഞ്ഞിനെ കണ്ണിറക്കി കാണിച്ചു. കൂട്ടത്തിൽ അവന്റെ പെണ്ണിലേക്കും ഒരു നോട്ടം പോയി. ആൽവി, എന്നതാ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ? ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുന്നതും അതിനെ വെച്ച് അതിന്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നതൊന്നും നിർത്താറായില്ല നിങ്ങൾക്ക്? പിള്ളേർക്ക് മടുത്തു തുടങ്ങിയെന്നേ, ഒന്ന് മാറ്റിപ്പിടി. ജോണിനെ നോക്കി ചിരിയോടെ അവൻ പറഞ്ഞതും അയാൾ പേടിയോടെ അവനെ നോക്കി. ആൽഫി ഉറപ്പായും തേടി വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഇത്രയും നേരത്തെ അയാൾ പ്രതീക്ഷിച്ചില്ല. ആദ്യത്തെ പകപ്പ് മാറിയതും ബേബിയുടെ കണ്ണുകൾ പ്രകൃതിയോടെ മിന്നി. അപായം മണത്തവൻ പതിയെ കൈ പിറകിലേക്ക് വെച്ച് തന്റെ ജാക്കറ്റിന്റെ അടിയിൽ ഒളിപ്പിച്ചിരുന്ന പിസ്റ്റൾ എടുക്കാൻ തുനിഞ്ഞതും, ആ ആ ആ ഒരേ ദത്തപുത്ര, അത് വേണ്ട. ആ തോക്കെടുത്ത് നീ കാഞ്ചി വലിക്കും മുന്നേ നിന്നെ നെറ്റി തുളക്കും എന്റെ ഈ സ്മിത്ത് 115 ഗൺ. മുംബൈയിലെ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് നീ വാങ്ങിച്ച ഡ്യൂപ്ലിക്കേറ്റ് പോലെ ഇല്ലത്, ഒറിജിനൽ സ്വിസ് മേഡാ. തന്റെ കയ്യിലെ ഗണ്ണ് എബിക്ക് നേരെ നീട്ടി ആൽഫി പറഞ്ഞതും എബി കൈ പിൻവലിച്ച് നിർത്തി. നീയ പൂച്ചത്തോട് അവനെ നോക്കിയിട്ട് കുഞ്ഞുമായി നേരെ ആൽഫി കരികിലേക്ക് ചെന്നു. ഒരു കൈയാൽ ആൽഫി അവന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു.